ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇടിയപ്പം കൊണ്ടിട്ട് ഒരു ലഞ്ച് റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടാനുള്ളത്. അപ്പോൾ ചോറ് തിന്നാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക, തിളച്ച വെള്ളത്തിൽ കുഴച്ചുണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. ഞാനിത് നമ്മളുടെ മിയ കിച്ചണിൽ കണ്ട് ചെയ്തതിന് ശേഷം ഈ ചോറ് അരച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ പൊള്ളാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്ലാസ് ചോറൊക്കെ അധികം വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം കല്ല് പോലെ ആയിപ്പോവും. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ച് തരിയില്ലാതെയൊക്കെ അരച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ അരച്ചത് എടുത്തിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് കിട്ടാതെ വരും. അപ്പോൾ അരിപ്പൊടി അതിനകത്തേക്ക് ഇട്ട് യോജിപ്പിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക, അതല്ലെങ്കിൽ നെയ്യിടാം. അപ്പോൾ ഇത്തിരി ടേസ്റ്റും കൂടും, കയ്യിൽ നിന്നൊക്കെ വിട്ടുപോരുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് സാധാരണ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനിത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഇടിയപ്പമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പച്ച തേങ്ങാപ്പാലിൽ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നല്ലതായിട്ട് കലക്കിയിട്ടാണ് അതൊഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിട്ടുപോരില്ല. ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തേക്കണം. നമ്മളുടെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പിള്ളേര് ചോറ് കൊണ്ടുപോകാനായിട്ട് മടിയുള്ള കുറേ പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് നൂഡിൽസ് പോലത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ ഇഷ്ടമുള്ള പിള്ളേർ നമ്മൾ നൂഡിൽസ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്കറിയാമല്ല, അത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് നൂഡിൽസ് പോലെ തോന്നുകയും ചെയ്യും. അന്നേ അതിൻ്റെതായ ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ സാധനം ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ആൻറ്റി എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ്, അവരുടെ മക്കൾക്ക് ചെറുപ്പത്തിലൊക്കെ കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഇത് നല്ല പിള്ളേരെ പറ്റിക്കണ ഒരു സാധനമാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇടിയപ്പം കറിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയാണെങ്കിലാണ് സാധാരണ പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. അപ്പം ഇത് സാധാരണ ഇടിയപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതായതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തട്ടിൽ ഇങ്ങനെ പരത്തിയിട്ട് നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇടിയപ്പം. എന്നിട്ട് അപ്പോൾ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു രീതിയിൽ നീളത്തിലൊക്കെ കിടക്കും. ഇതിപ്പോൾ നീളം ഇല്ല, കാരണം സാധാരണ ഇടിയപ്പം ഇത്. അപ്പോൾ ഇത് ഇടിയപ്പം ഇങ്ങനെ പൊടിച്ചു വെക്കുക, മുട്ട ഇങ്ങനെ എടുത്ത് വെക്കുക, പിന്നെ പച്ചമുളകും സവാളയാണ് ഞാൻ എടുത്തേക്കണത്. വേറൊന്നുമില്ല ഇതിനകത്ത് ഇടാനായിട്ട്. ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, ഒരിത്തിരി തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തേക്ക് ഈ സവാള പച്ചമുളകും കൂടി ഒന്നിട്ട് വഴറ്റി ഉടനെ തന്നെ, അധികം നേരമൊന്നും ആയില്ല, അപ്പം തന്നെ ആ മുട്ട ബീറ്റ് ചെയ്തൊന്നുമില്ല അതിനകത്തേക്ക് ഇട്ട് അത് ഒന്ന് ഏകദേശം 3/4 ഭാഗം ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ തക്കാളി ഗ്രീൻ പീസും അതിനകത്തേക്ക് ഇട്ടത്. അതിൻ്റെ വീഡിയോ സ്റ്റക്കായിട്ട് അത് പോയി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് ഇട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയും ഒക്കെ ആ മുട്ടയുടെ ഒപ്പം തന്നെ ഇടരുത്, കാരണം മുട്ട അതിൽ കോട്ടായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മുട്ട ഒരുവിധം വെന്ത് കഷ്ണം ആയതിനു ശേഷം മാത്രം തക്കാളിയും ഗ്രീൻ പീസും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലേവറുകളും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ കറിയൊക്കെ വീട്ടിൽ വെച്ച് ഇട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ കറിയുടെ ഗ്രേവി ഇതിനകത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ പീസ് ഇങ്ങനെ നുള്ളിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇടാം. പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെമ്മീൻ വേണമെങ്കിൽ അതിടാം. കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ കറിയൊക്കെ ഒന്ന് പതിയൊന്ന് മിക്സ് ചെയ്തൊക്കെ ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്ക് നന്നായിട്ട് ലഞ്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, കൈയും കേടാവില്ല. ഇത് കണ്ട കൂർക്ക, ഞാനത് ഇതിൻ്റെ ഇടയിലൊന്നും ഉൾപ്പെടുത്തിയതാണ്. ഞാൻ ഇന്നലെ കൂർക്ക ഞാനന്ന് ഒരു ഫ്രീസറിൽ വെച്ച് കാണിച്ചില്ലേ, ഫ്രിഡ്ജിൻ്റെ ഓർഗനൈസേഷനിൽ ക്ലീൻ ചെയ്ത് വെച്ച കൂർക്കയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കറ പിടിച്ചാണ് കിട്ടിയത്. ഞാൻ ഉപയോഗിച്ചില്ല, ഇത് കളഞ്ഞപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യേണ്ടതെന്ന് കാണിക്കണമല്ലോ, അതാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് പൈസക്കൊന്നും ചിലവ് നിങ്ങൾക്ക് വരില്ല കേട്ടോ, അത് എല്ലാവരും ഓർത്തേക്കണേ. താങ്ക് യു.